എന്ന് പറയുന്നതാണ് പെരിക്കാർഡിയൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സിറസ് ലെയറിൻ്റെ പെറൈറ്റൽ ലെയറും വരുന്നുണ്ട്, വിസറൽ ലെയറും വരുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ പെറൈറ്റൽ പെരിക്കാർഡിയത്തിൻ്റെയും വിസറൽ പെരിക്കാർഡിയം അല്ലെങ്കിൽ എപ്പിക്കാർഡിയത്തിൻ്റെയും ഇടയിലുള്ള ആ ഒരു സ്പേസ് ആണ് എന്താണ് ആ സ്പേസിന് പറയുക? പെരികാർഡിയൽ ക്യാവിറ്റി. പെരിക്കാർഡിയൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പെരിക്കാർഡിയൽ ക്യാവിറ്റിയിലൊരു ഫ്ലൂയിഡ് വരുന്നുണ്ട്, പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ബിറ്റ്വീൻ ഏതൊക്കെ ലെയറാണ്? വിസറൽ ലെയറിനും പെരൈറ്റൽ ലെയറിനും. വിസറൽ ലെയറിൻ്റെയും പെറൈറ്റൽ ലെയറിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആണ് പെരിക്കാർഡിയൽ ക്യാവിറ്റി ഉള്ളത്. പെരിക്കാർഡിയൽ ക്യാവിറ്റിക്കകത്താണ് പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് വരുന്നത്. ഓക്കെ, അപ്പം അതാണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള കവറിങ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തേക്ക് വരുമ്പോൾ പിന്നെ വരുന്നത് ഹാർട്ട് മസിൽസ് ആണ്. ഹാർട്ട് മസിൽസിനെ മയോകാർഡിയം എന്ന് പറയും. അപ്പോൾ അത് മിഡിൽ ലെയർ ആയിട്ടാണ് വരുന്നത് ഹാർട്ട് മസിൽസ്. എന്നെ ഏറ്റവും ഇന്നർ ലൈനിങ് ആണ് എൻഡോകാർഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും, ഈ ഒരു ലൈൻ പോലെ വരുന്നതാണ് പെരിക്കാർഡിയം. അതിനകത്തേക്ക് ഈ കാണിച്ചിരിക്കുന്ന ആ മസിലാണ് മയോകാർഡിയം എന്ന് പറയുന്നത്. ദെൻ മയോകാർഡിയത്തിൻ്റെ അകത്തൊരു ലൈനിങ് ഉണ്ട്, ആ ലൈനിങ്ങിനെയാണ് എൻഡോകാർഡിയം എന്ന് പറയുന്നത്. സോ അപ്പോൾ പെരികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം, ഇത് മൂന്നും ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, ഇനി മയോകാർഡിയത്തിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ മസിൽസ് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. എൻഡോകാർഡിയം പറഞ്ഞു. ഇനി അടുത്തത് ചേംബേഴ്സ് ഓഫ് ദി ഹാർട്ട്. ഹാർട്ടിന് ചേംബേഴ്സ്, എത്ര ചേംബേഴ്സ് ആണ് ഹാർട്ടിന്? 4. 4 ചേംബേഴ്സ് ആണ് വരുന്നത് അല്ലേ. അതായത് 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ അപ്പർ 2 ചേംബേഴ്സും ലോവർ 2 ചേംബേഴ്സും ആണ് വരുന്നത്. അപ്പോൾ ഈ അപ്പർ ചേംബേഴ്സ് ഏട്രിയാസ് ആൻഡ് ലോവർ ചേംബേഴ്സ് വെൻട്രിക്കിൾസ്. ഓക്കെ, അപ്പോൾ 2 ഏട്രിയാസ് ആൻഡ് 2 വെൻട്രിക്കിൾസ്. അപ്പോൾ ഇവരെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് 2 സെപ്റ്റയാണ്. 2 സെപ്റ്റ്, ഈ ഒരു സ്പേസിനെയാണ് നമ്മൾ സെപ്റ്റം എന്ന് പറയുന്നത്. ഈ ഏട്രിയയുടെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന സെപ്റ്റത്തിനെ ഇന്റർ ഏട്രിയൽ സെപ്റ്റം, അതുപോലെ തന്നെ വെൻട്രിക്കിളിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്നതിനെ ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. ഈ 2 സെപ്റ്റമാണ് ഇതിനെ 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഇന്റർ ഏട്രിയൽ സെപ്റ്റവും ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റവും. ഓക്കെ, സോ അപ്പോൾ 4 ചേംബേഴ്സ് ആണ് വരുന്നത്, 2 ഏട്രിയ ആൻഡ് 2 വെൻട്രിക്കിൾസ്. ഇനി ഈ ഏട്രിയ ടു വെൻട്രിക്കിൾ ലെഫ്റ്റിലും റൈറ്റിലും ഇതിനിടയ്ക്ക് വാൽസ് വരുന്നുണ്ട്. വാൽസ് മീൻസ് ഓപ്പണിങ്സ് ആണ്. ലെഫ്റ്റ് ഏട്രിയത്തിന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ അതിനെ കടത്തി വിടാനും അത് വന്നു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാനായിട്ട് വരുന്ന ആ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ അവിടുത്തെ വാൽസ് എന്ന് പറയുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡിലും ഉണ്ട്, റൈറ്റ് സൈഡിലും വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള വാൽവ് പേര് പറയാമോ? ലെഫ്റ്റ് സൈഡ് ട്രൈക്കസ്പിഡ്. ട്രൈക്കസ്പിഡ് വാൽവ് അല്ലേ? ഉറപ്പാണോ? ബൈക്കസ്പിഡ് അല്ലേ ലെഫ്റ്റ്? ലെഫ്റ്റിൽ ബൈക്കസ്പിഡ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് ആണ് വരുന്നത്. റൈറ്റിലാണ് ട്രൈക്കസ്പിഡ്. നിങ്ങൾ ആർ വെച്ചിട്ട് തന്നെ ഓർത്തിരിക്കുക കേട്ടോ. റൈറ്റ് TR ട്രൈക്കസ്പിഡ്. ഓക്കെ, ട്രൈക്കസ്പിഡ് വാൽവിൻ റൈറ്റ് ഏട്രിയത്തിനെയും റൈറ്റ് വെൻട്രിക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് വരുന്നതാണ് ട്രൈക്കസ്പിഡ് വാൽവ്. ദെൻ ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് വരുന്നത് ബൈക്കസ്പിഡ് വാൽവ്, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേര് മിട്രൽ വാൽവ്. ഓക്കെ, അപ്പോൾ മിട്രൽ വാൽവ് ഏത് സൈഡിലാണ് വരുന്നത്? ലെഫ്റ്റിലാണ് വരുന്നത്. ട്രൈക്കസ്പിഡ് റൈറ്റ് സൈഡിൽ. റൈറ്റ് ഏട്രിയവും റൈറ്റ് വെൻട്രിക്കിളും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് വരുന്നതാണ് ട്രൈക്കസ്പിഡ് വാൽവ്. ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിളും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് വരുന്നതാണ് മിട്രൽ വാൽവ്, അല്ലെങ്കിൽ വേറൊരു പേര് ബൈക്കസ്പിഡ് വാൽവ്. ഈ ട്രൈക്കസ്പിഡ് ബൈക്കസ്പിഡ് എന്ന് പറയുന്നത് അതിനകത്തൊരു ഫ്ലാപ്സ് ഉണ്ട്. അപ്പോൾ ഈ വാൽവ്സിന് എത്ര ഫ്ലാപ്പ് ഉണ്ടെന്നുള്ള അനുസരിച്ചിട്ടാട്ടോ. 3 ഫ്ലാപ്പ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ 3 ഫ്ലാപ്പായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് അതിന് ട്രൈക്കസ്പിഡ് എന്ന് പറയുന്നത്. 2 വരുമ്പോഴാണ് ബൈക്കസ്പിഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ 4 ചേംബേഴ്സ്. ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് ഏട്രിയ വെൻട്രിക്കിളിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഏത് വാൽവാണ്? ബൈക്കസ്പിഡ് അല്ലെങ്കിൽ മിട്രൽ വാൽവ്. റൈറ്റ് സൈഡിൽ ഏത് വാൽവാണ്? ട്രൈക്കസ്പിഡ് വാൽവ്.
ഇനി കോഡേറ്റന്റിനെ കേട്ടിട്ടുണ്ടോ? എന്താണ് കോഡേറ്റന്റിന്? കോഡേറ്റന്റിന് കോഡേറ്റന്റിനെ മീൻസ് നമ്മുടെ നമ്മൾ ഈ പറഞ്ഞ വാൽസിൽ നിന്നുള്ള ചെറിയ ചെറിയ ടെൻഡൻസ് ആണ് കോഡേറ്റന്റിനെ എന്ന് പറയുന്നത്. അത് ഈ വെൻട്രിക്കുലാർ വാളിൽ, ഈ വെൻട്രിക്കിൾസിന്റെ വാളിൽ പാപ്പിലറി മസിൽസ്, ചെറിയ സ്പെഷ്യലൈസ്ഡ് മസിൽസ് വരുന്നുണ്ട്, പാപ്പിലറി മസിൽസ്. അപ്പോൾ ഈ കോഡേറ്റന്റിനെ വഴി ഈ നമ്മുടെ പറഞ്ഞ വാൽവ് ഉണ്ടല്ലോ, ഈ രണ്ട് സൈഡിൽ, ഈ വാൽവിലെ ഈ മസിലിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കും. അപ്പോൾ അവരെ തമ്മിൽ ആ വാൽവിനെ പാപ്പിലറി മസിലിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറാണ് കോഡേറ്റന്റിനെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും വരെ സ്ട്രക്ചർ ക്ലിയർ ആണോ? എവിടെയാണ് സിറ്റുവേഷൻ, ചേംബേഴ്സ് ആൻഡ് വാൽവ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതുവരെ ക്ലിയർ ആണോ? മാം ആ ലാസ്റ്റ് പറഞ്ഞത് ഒന്നുകൂടി പറയോ? കോഡേറ്റന്റിനെയോ? ആ കോഡേറ്റന്റിനെ മീൻസ് നമ്മുടെ നമ്മൾ പറഞ്ഞല്ലോ, ഈ എന്താണ് വാൽവ്, ട്രൈക്കസ്പിഡ് വാൽവും ബൈക്കസ്പിഡ് വാൽവും ഉണ്ടല്ലോ രണ്ട് സൈഡിൽ. അപ്പം ഇതിനെ ഈ വെൻട്രിക്കുലർ വാളിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചറാണ് കോഡേറ്റന്റിനെ. ഇപ്പം ഈ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് കോഡേറ്റന്റിനെ. ഓക്കെ, ഈ വെൻട്രിക്കുലർ വാൾസിൽ പാപ്പിലറി മസിൽസ് എന്ന് പറഞ്ഞിട്ട് ചെറിയ മസിൽസ് ഉണ്ട്. അപ്പോൾ ആ മസിലിലേക്ക് നമ്മളെ ഈ വാൽസിനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചേഴ്സാണ് കോഡേറ്റന്റിനെ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ് മാം. ഓക്കെ, ഇനി നമുക്ക് ബ്ലഡ് വെസൽസ്, അതിൻ്റെ വാൽവ്സ് നോക്കണം. അതിന് മുന്നേ ആ ഒരു സർക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട്, ഇപ്പോൾ ഹാർട്ടിലേക്ക് എങ്ങനെയാണ്, ഹാർട്ടിലേക്കും ഹാർട്ടിൽ നിന്നും എങ്ങനെയാണ് ഒരു ബ്ലഡ് ഫ്ലോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു പാത്ത് വേ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ബോഡിയിൽ നിന്നും ഇംപ്യൂർ ബ്ലഡിനെ റൈറ്റ് സൈഡിലേക്ക് വരുന്നത് ഇംപ്യൂർ ആയിരിക്കും, ലെഫ്റ്റ് സൈഡിലേക്ക് അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? സോ ഇപ്പോൾ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, ഇംപ്യൂർ ബ്ലഡ് റൈറ്റ് സൈഡിലേക്ക് വരുന്നുണ്ടാവും ത്രൂ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവ. സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവ രണ്ട് വെയിൻസ് വഴി ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ബ്ലഡ് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് ഏട്രിയയിൽ വന്നു കഴിഞ്ഞാൽ റൈറ്റ് ഏട്രിയ കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഏതാണ് വാൽവ്? ട്രൈക്കസ്പിഡ് വാൽവ്. ഇത് കോൺട്രാക്ട് ചെയ്യുമ്പം അത് ട്രൈക്കസ്പിഡ് വാൽവിനെ പുഷ് ചെയ്ത് ഓപ്പൺ ചെയ്യിക്കും. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഇനി അത് കോൺട്രാക്ട് ചെയ്യും. വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന ബ്ലഡ് വെസൽസ് ആണ് പൾമണറി ആർട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൾമണറി ആർട്ടറി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്നതാണ് പൾമണറി ആർട്ടറി എന്ന് പറയുന്നത്. ഈ പൾമണറി ആർട്ടറി ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ എന്ത് ചെയ്യും? ലങ്സിലേക്ക് കൊണ്ടുകൊടുക്കും. ഈ ലങ്സിൽ പോയിട്ട് അത് ഓക്സിജനേറ്റഡ് ആയിട്ട് തിരിച്ച് ഹാർട്ടിലേക്ക് തന്നെ വരും ത്രൂ പൾമണറി വെയിൻ. സോ അപ്പോൾ റൈറ്റ് സൈഡിൽ ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ വീന കാവ വഴി റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് കൊടുത്തു. അത് കോൺട്രാക്ട് ചെയ്തിട്ട് ട്രൈക്കസ്പിഡ് വാൽവ് ഓപ്പൺ ചെയ്ത് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് എൻ്റർ ചെയ്തു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് അത് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് പൾമണറി ആർട്ടറിയിലേക്ക് ബ്ലഡ് എൻ്റർ ചെയ്തു. പൾമണറി ആർട്ടറി വെൻട്രിക്കിളിൽ നിന്ന് എങ്ങോട്ടേക്കാണ് ബ്ലഡ് കൊണ്ടുപോകുന്നത്? ലങ്സിലേക്ക് കൊണ്ടുപോകും. സോ അപ്പോൾ ലങ്സിൽ പോയിട്ട് അത് ഓക്സിജനേറ്റഡ് ആയിട്ട് തിരിച്ച് ഹാർട്ടിലേക്ക് വരും ത്രൂ പൾമണറി വെയിൻ. പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് സൈഡിലേക്ക് വരും, ലെഫ്റ്റ് ഏട്രിയയിലേക്ക് എൻ്റർ ചെയ്യും. ലെഫ്റ്റ് ഏട്രിയയിലേക്ക് എൻ്റർ ചെയ്താൽ then അവിടെ അടുത്ത വാൽവ്, അതായത് ലെഫ്റ്റ് ഏട്രിയ ഫില്ലായി കഴിഞ്ഞാൽ അത് കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മിട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈക്കസ്പിഡ് വാൽവ് ഉണ്ട്, അത് പുഷ് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് എൻ്റർ ചെയ്യുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് പോകുന്നത് അയോട്ട. അയോട്ട ലാർജസ്റ്റ് ബ്ലഡ് വെസലാണ്. അപ്പോൾ അയോട്ടയിലേക്ക് ബ്ലഡ് എൻ്റർ ചെയ്യും. അയോട്ടയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ബോഡിയുടെ
ഡിഫറെൻറ്റ് പാർട്സിലേക്ക്. അതിൻ്റെ പല ബ്രാഞ്ചസ് ഉണ്ട്, ബ്രാഞ്ചസും സബ് ബ്രാഞ്ചസും ഉണ്ട്. അപ്പോൾ അതൊക്കെ വഴി ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ പൾമണറി ആർട്ടറിയും അയോട്ടയും, ഈ ലാർജ് ബ്ലഡ് വെസൽസിനെ ഈ നമ്മൾ റൈറ്റ് ഏട്രിയയിലും ലെഫ്റ്റ് ഏട്രിയയിലും വാൽസ് പറഞ്ഞില്ലേ, ബൈക്കസ്പിഡ് ആൻഡ് ട്രൈക്കസ്പിഡ് വാൽസ് പറഞ്ഞതുപോലെ ഈ ബ്ലഡ് വെസൽസിലേക്ക് ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്തും ഇവിടെയും വാൽസ് വരുന്നുണ്ട്. ആ വാൽസിന്റെ പേര് പറയാമോ? സെമി ലൂണർ വേണം. സെമി ലൂണർ വാൽസ്. ഓക്കെ, ഇപ്പോൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സെമി ലൂണർ വാൽസ്. ഓക്കെ, പൾമണറി ആർട്ടറിയുടെ സെമി ലൂണർ വാൽവ് അല്ലെങ്കിൽ അയോട്ടിക് വാൽവ് അല്ലെങ്കിൽ പൾമണറി വാൽവ് എന്നാണ് അതിനെ പറയുന്നത്. പൾമണറി ആർട്ടറിയുടെ അവിടെ രണ്ടും സെമി ലൂണർ വാൽസ് ആണ്. ഷേപ്പ് വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. സെമി ലൂണർ വാൽസ്, അയോട്ടിക് വാൽവും പൾമണറി വാൽവും. ഓക്കെ, അപ്പോൾ ആ ഒരു സർക്കുലേഷൻ ക്ലിയർ ആണോ? ഏത് ക്ലിയർ ആണ് ഭാഗത്ത് മാം. നിന്ന് ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലേ? മാം, ആ വാൽവ് ഒന്ന് പറയൂ, ലാസ്റ്റ് പറഞ്ഞ സെമി ലൂണർ വാൽവ്സ്. സെമി ലൂണർ വാൽസ് ഈ ലാർജ് ബ്ലഡ് വെസൽസ് ഇല്ലേ, നമ്മൾ പൾമണറി ആർട്ടറിയുടെ ഏരിയയിലും അതുപോലെ അയോട്ടയുടെ എവിടെയും വരുന്നതാണ്. ഈ നമ്മൾ ഹാർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടത്തേക്ക് റൈറ്റ് ഏട്രിയിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് വരുന്ന വാൽവ് ട്രൈക്കസ്പിഡ്, അതുപോലെ ലെഫ്റ്റിൽ ഏട്രിയിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് മിട്രൽ വാൽവും വരുന്നുണ്ട്. ഇനി വെൻട്രിക്കിളിൽ നിന്ന് അതാത് ബ്ലഡ് വെസൽസിലേക്ക്, ഇപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നാണെങ്കിൽ പൾമണറി ആർട്ടറിയിലേക്ക് പോകണം, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണെങ്കിൽ അയോട്ടയിലേക്ക് പോകണം. അപ്പോൾ ഈ രണ്ട് ബ്ലഡ് വെസൽസിൻ്റെ അവിടെയും വരുന്ന വാൽസ് ആണ് സെമി ലൂണർ വാൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ അയോട്ടയുടെ അവിടെയാണ് വരുന്നതെങ്കിൽ അയോട്ടിക് വാൽവ് എന്ന് പറയും, പൾമണറി ആർട്ടറിയുടെ അവിടെയാണ് വരുന്നതെങ്കിൽ പൾമണറി വാൽവ് എന്ന് പറയും. ക്ലിയർ ആണോ? സെമി ലൂണർ വാൽവ് എന്ന് പറയുന്നത് അവർ ഷേപ്പ് വെച്ചിട്ട് പറയുന്നതാണ്. ഓക്കെ മാം, ക്ലിയർ ആയി. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണോ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണോ, അതുപോലെ ഓരോ ഭാഗത്തേക്കും ഏതൊക്കെ ബ്ലഡ് വെസൽസ് വരുന്നു. ഇനി ഈ കാര്യം ശ്രദ്ധിക്കുക, പൾമണറി ആർട്ടറി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണോ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണോ? ഡീഓക്സിജനേറ്റഡ്. ബ്ലഡ്. യൂഷ്വലി ആർട്ടറിയിൽ ഏത് ബ്ലഡ് ആണ് ഉണ്ടാവുക? പ്യുവർ ഓക്സിജനേറ്റഡ്. ഓക്സിജനേറ്റഡ്. ഓക്സിജനേറ്റഡ് ആയിട്ടുള്ളതാണ്. എക്സെപ്ഷൻ ആണ് പൾമണറി ആർട്ടറിയും പൾമണറി വെയിനും. അതൊന്ന് ശ്രദ്ധിച്ചോളാം. സോ അപ്പോൾ പൾമണറി വാൽവ് കൺട്രോൾസ് ബ്ലഡ് ഫ്ലോ. എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള ബ്ലഡ് ഫ്ലോ ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്? പൾമണറി വാൽവ്. പൾമണറി ആർട്ടറിയിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്ക് അല്ലേ? പൾമണറി വാൽവ് എവിടെയാണ് വരിക? ഈ പോർഷനിലാണ് വരിക അല്ലേ? പൾമണറി വാൽവ് എന്ന് പറയുന്നത് പൾമണറി ആർട്ടറിയുടെ വാൽവാണ്. സോ ഇപ്പോൾ പൾമണറി വാൽവ് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്ക് ബ്ലഡ് എൻ്റർ ചെയ്യുന്നതായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. മിട്രൽ വാൽവ് എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള ബ്ലഡ് ഫ്ലോ ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് ഏട്രിയ ടു ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് ഏട്രിയ ടു ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ അയോട്ടിക് വാൽവ് എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ളതായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു അയോട്ട. ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു അയോട്ട. ഈ വാൽവിന്റെ ഒക്കെ ഫംഗ്ഷൻ എന്താണ്? ഇത് കോൺട്രാക്ട് ചെയ്യുന്ന ബാക്ക് ഫ്ലോ സമയത്ത് തടയും. ബാക്ക് ഫ്ലോ തടയുക. അപ്പോൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ബ്ലഡ് അതാത് കറസ്പോണ്ടിങ് സൈറ്റിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് റൈറ്റ് ഏട്രിയയിലാണെങ്കിൽ ബ്ലഡ് ഇപ്പം നിൽക്കുന്നതെങ്കിൽ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് മാത്രമേ എൻ്റർ ചെയ്യാമൂ, തിരിച്ച് കയറരുത്. അതുപോലെ തന്നെ അവിടുന്ന് വേറെ എങ്ങോട്ടത്തേക്കും പോകരുത്. അപ്പോൾ ആ കറക്റ്റ് സ്പേസിലേക്ക് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആവുക. ബാക്ക് ഫ്ലോ തടയുക എന്നുള്ളതാണ് ഈ വാൽസിൻ്റെയൊക്കെ ഫങ്ഷൻ പറയുന്നത്. അപ്പോൾ 4 വാൽസും ക്ലിയർ ആണല്ലോ അല്ലേ? ട്രൈക്കസ്പിഡ്, പൾമണറി, മിട്രൽ വാൽവ് ആൻഡ് അയോട്ടിക് വാൽവ്. ക്ലിയർ ആണ് മാം. ഈ അയോട്ടിക് വാൽവും പിന്നെ ഈ പൾമണറി വാൽവ് തന്നെയല്ലേ നമ്മൾ സെമി ലൂണാർ വാൽവ് എന്ന് പറയുന്നത്? അതെ അതെ, കോമൺ ആയിട്ട് പറയുന്നത്. കോമൺ ആയിട്ട് പറയുന്നതാണ് സെമി ലൂണാർ വാൽവ്. പറഞ്ഞില്ല, ഇത് രണ്ടും ആ ഒരു സെമി ലൂണാർ ഷേപ്പിൽ വരുന്നതുകൊണ്ടാണ് സെമി ലൂണാർ വാൽവ് എന്ന് പറയുന്നത്.
ഓക്കെ. സോ ഇപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് ഹാർട്ടിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിൻ്റെ ലെയേഴ്സ് പറഞ്ഞു, പെരിക്കാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം അതെല്ലാം പറഞ്ഞു, ചേംബേഴ്സ് പറഞ്ഞു. ദെൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ചേംബർ. അത് നോട്ട് ചെയ്യുക. ലെഫ്റ്റ് വെൻട്രിക്കിൾ ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ചേംബർ. എന്തുകൊണ്ടായിരിക്കും? അയോർട്ടയിലേക്ക് അതെ, ലെഫ്റ്റ് സൈഡിലല്ലേ നമുക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് വരുന്നത്. അപ്പം അവിടെ നിന്നാണ് പിന്നെ അത് പമ്പ് ചെയ്തിട്ട് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എത്തിക്കേണ്ടത്. അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് ശക്തിയിൽ പമ്പ് ചെയ്യേണ്ട പാർട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. ബാക്കി എല്ലാ ഭാഗത്തേക്കും പോകാനുള്ള ബ്ലഡ് അതിൽ കൂടെയാണ് പോകേണ്ടത്. സോ ഇപ്പോൾ സ്ട്രോങ്ങസ്റ്റ് ചേംബർ ഏതാണെന്ന് ചോദിച്ചാൽ സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ചേംബർ ഏതാണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ചേംബർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അയോട്ട ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ കൊടുത്തിട്ടുണ്ട്. ബ്ലഡ് സപ്ലൈ ടു ഹാർട്ട് മസിൽസിന് അല്ലെങ്കിൽ ഹാർട്ടിനൊക്കെ ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത് ആരായിരിക്കും? ഏത് ബ്ലഡ് വെസലാണ്? കൊറോണറി ആർട്ടറി അല്ലേ? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസ് ആണ് ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ വീനസ് ഡ്രെയിനേജ് എങ്ങനെയാണ്? കൊറോണറി സൈനസ് ആണ് ഹാർട്ടിൽ നിന്നുള്ള എന്താണ് ബ്ലഡ് വെയിൻസ് കളക്ട് ചെയ്യില്ല. വീനസ് ഡ്രെയിനേജ് കൊറോണറി സൈനസ് ആണ് കേട്ടോ. അപ്പോൾ അത് ബാക്കി എല്ലാ ഭാഗത്തുനിന്നും എങ്ങനെയാണ് കളക്ട് ചെയ്തിട്ട് ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ വീനെ കാവയിലേക്ക് കൊടുത്തിട്ട് അവരാണ് റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊടുക്കുന്നത് അല്ലേ? അതായത് ഓക്സിജനേറ്റ് ചെയ്യേണ്ട ബ്ലഡ് ബാക്കി പാർട്സ് ബോഡിയുടെ ബാക്കി പാർട്സിൽ നിന്നെല്ലാം ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ വീനെ കാവയിലേക്ക് കൊടുക്കും. അവർ റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊടുക്കും. പക്ഷേ ഹാർട്ടിൻ്റെ ഇതുപോലെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഉണ്ടാവുമല്ലോ, അതെന്ത് ചെയ്യും? കൊറോണറി സൈനസ് ആണ് കളക്ട് ചെയ്യുന്നത്. അവർ കളക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് റൈറ്റ് ഏട്രിയത്തിലേക്കായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഇനി അയോട്ട. അയോട്ട എന്ന് പറയുന്നത് ലാർജസ്റ്റ് ആർട്ടറി ആണ്, ലാർജസ്റ്റ് ആർട്ടറി ഇൻ ദ ബോഡി. സോ അയോട്ട എവിടെ നിന്നാണ് വരുന്നത്? റൈസസ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് വരുന്നത്. സോ അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നുള്ള ബ്ലഡിനെ റിസീവ് ചെയ്തിട്ട് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ അതിൻ്റെ ബ്രാഞ്ചസ് സബ് ബ്രാഞ്ചസ് ഒക്കെ വഴി ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ എത്തിക്കുക എന്നുള്ളതാണ് അയോട്ടയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓപ്പണിംഗ് ഓഫ് അയോട്ട ഇസ് ഗോഡഡ് ബൈ ഏത് വാൽവാണ്? അയോർട്ടിക് വാൽവ്. അയോട്ടിക് വാൽവ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് അയോട്ടയുടെ ഓപ്പണിംഗ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓപ്ഷനിൽ ട്രൈകസ്പിഡ് വാൽവ് ഉണ്ട്, ബൈകസ്പിഡ് വാൽവ് ഉണ്ട്, സെമി ലൂണാർ വാൽവ് ഉണ്ട് ആൻഡ് നൺ ഓഫ് ദി എബവ് ഉണ്ട്. ഏതാണ് നിങ്ങളുടെ ആൻസർ? സെമി ലൂണാർ വാൽവ്സ്. ഓക്കെ, ഇനി പാർട്സ് ഓഫ് ദി അയോട്ട. ഓക്കെ, അപ്പോൾ ഇതാണ് അയോട്ട. നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അത് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ അതിങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ ആർച്ച് ചെയ്യും. ആർച്ച് ചെയ്തിട്ട് താഴത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ഹാർട്ടിൻ്റെ പൊസിഷൻ ആലോചിക്കുക. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അയോട്ട അത് മുകളിലേക്ക് പോയിട്ട് ആർച്ച് ചെയ്ത് താഴത്തേക്ക് വരും. അപ്പോൾ ഇതനുസരിച്ചിട്ട് 3 പാർട്സ് ആണ് നമ്മൾ അയോട്ടയ്ക്ക് പറയുന്നത്. ഈ ഒരു ഫസ്റ്റ് പോർഷൻ മുകളിലേക്ക് പോകുന്ന ഈ ഒരു ഫസ്റ്റ് പോർഷനെ അസെൻഡിങ് അയോട്ട എന്ന് പറയും. ഓക്കെ, ഈ മുകളിലേക്കുള്ള ഈ ഒരു ഫസ്റ്റ് പോർഷൻ ആണ് അസെൻഡിങ് അയോട്ട. പിന്നെ ഈ ആർച്ച് ചെയ്തിരിക്കുന്ന പോർഷൻ ആർച്ച് ഓഫ് അയോട്ട, താഴത്തേക്ക് ഡിസെൻഡിങ് അയോട്ട. അപ്പോൾ 3 പാർട്സ് ഏതൊക്കെയാണ്? അസെൻഡിങ് അയോട്ട, ആർച്ച് ഓഫ് അയോട്ട ആൻഡ് ഡിസെൻഡിങ് അയോട്ട. ഇങ്ങനെ 3 പാർട്ടായിട്ട്
അയോട്ടയെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ 3 പാർട്ടിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ബ്രാഞ്ചസ് ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രാഞ്ചസും പഠിക്കണം. ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അസെൻഡിങ് അയോട്ടയുടെ ബ്രാഞ്ച്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചാണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. എന്താണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ബ്ലഡ് സപ്ലൈ ടു ഹാർട്ട്. അതെ, ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സപ്ലൈ എന്ന് പറയുന്നത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയാണ്. ഇനി നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ആർച്ച് ഓഫ് അയോട്ട. അപ്പോൾ ആർച്ച് ഓഫ് അയോട്ടയുടെ ബ്രാഞ്ചസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആർച്ച് ഓഫ് അയോട്ടയുടെ ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഫസ്റ്റ് ബ്രേക്യോസെഫാലിക് ട്രങ്ക്, ദെൻ ലെഫ്റ്റ് കോമൺ കെറോട്ടിഡ് ആർട്ടറി, ദെൻ ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി. ഈ 3 പേരാണ് ആർച്ച് ഓഫ് അയോട്ടയുടെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ബ്രേക്യോസെഫാലിക് ട്രങ്ക്, ലെഫ്റ്റ് കോമൺ കെറോട്ടിഡ് ആർട്ടറി ആൻഡ് ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി. 3 ബ്രാഞ്ചസ് ആണ് ആർച്ച് ഓഫ് അയോട്ടയ്ക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് കോമൺ കെറോട്ടിഡും ലെഫ്റ്റ് സബ്ക്ലേവിയനും കണ്ടു. ആർച്ച് ഓഫ് അയോട്ടയുടെ ഡയറക്റ്റ് ബ്രാഞ്ചസ് ആണ്. സോ അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് റൈറ്റ് ഉണ്ടാവുമല്ലോ, റൈറ്റ് കോമൺ കെറോട്ടിഡും ഉണ്ടാവും, റൈറ്റ് സബ്ക്ലേവിയനും ഉണ്ടാവും. അപ്പോൾ അവർ രണ്ടുപേരും, റൈറ്റ് കോമൺ കെറോട്ടിഡും റൈറ്റ് സബ്ക്ലേവിയനും നമ്മൾ ഈ പറഞ്ഞ ബ്രേക്യോസെഫാലിക് ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ്. ഓക്കെ, സോ അപ്പോൾ അയോട്ടയുടെ 3 പാർട്സ്: അസെൻഡിങ് അയോട്ട, ആർച്ച് ഓഫ് അയോട്ട ആൻഡ് ഡിസെൻഡിങ് അയോട്ട. അസെൻഡിങ് അയോട്ടയുടെ മെയിൻ ബ്രാഞ്ചസ് ആണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസ്. ആർച്ച് ഓഫ് അയോട്ടയുടെ മെയിൻ 3 ബ്രാഞ്ചസ് ആണ് വരിക: ബ്രേക്യോസെഫാലിക് ആർട്ടറി ആൻഡ് ലെഫ്റ്റ് കോമൺ കെറോട്ടിഡ് ആർട്ടറി, ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി. ഇങ്ങനെ 3 ബ്രാഞ്ചസ് വരുന്നുണ്ട്. അതിൽ ബ്രേക്യോസെഫാലിക്കിൻ്റെ ബ്രാഞ്ചസ് ആയിട്ടാണ് റൈറ്റ് കോമൺ കെറോട്ടിഡും റൈറ്റ് സബ്ക്ലേവിയനും വരുന്നത്. ഓക്കെ, ഇനി താഴത്തേക്കുള്ള പോർഷനാണ് ഡിസെൻഡിങ് അയോട്ട എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസെൻഡിങ് അയോട്ട ഇതിങ്ങനെ തൊറാക്സിൻ്റെ റീജിയനിലായിരിക്കും വരുന്നത്. തൊറാക്സിൻ്റെ റീജിയനിലേക്ക് വന്നിട്ട് താഴത്തേക്ക് പോകും. താഴത്തേക്ക് പോകുന്നതനുസരിച്ച് അബ്ഡോമിനൽ അയോട്ട. അപ്പോൾ ഡിസെൻഡിങ് അയോട്ടയ്ക്ക് നമ്മൾ 2 പാർട്സ് പറയും. തൊറാക്സിൻ്റെ റീജിയനിൽ വരുന്ന തൊറാസിക് അയോട്ടയും താഴത്തേക്ക് വരുന്ന അബ്ഡോമിനൽ അയോട്ടയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അയോട്ടയുടെ 3 പാർട്സ്, അതിൻ്റെ ബ്രാഞ്ചസ്. ഇതിൻ്റെ ബ്രാഞ്ചസും സബ് ബ്രാഞ്ചസും കൊടുത്തിരിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളാം. സബ് ബ്രാഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണോ? സബ് ബ്രാഞ്ചസ് ഒക്കെ ജസ്റ്റ് പേരൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ബ്രേക്യോസെഫാലിക് ആർട്ടറി, അതായത് 3 പാർട്സ് കൊടുത്തിട്ടുണ്ട്: അസെൻഡിങ് അയോട്ട, ആർച്ച് ഓഫ് അയോട്ട, ഡിസെൻഡിങ് അയോട്ട. അസെൻഡിങ് അയോട്ടയുടെ 2 ബ്രാഞ്ചസ്: റൈറ്റ് കൊറോണറി ആർട്ടറി ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. ബ്രേക്യോസെഫാലിക് ആർച്ച് ഓഫ് അയോട്ട വരുമ്പോൾ 3 ബ്രാഞ്ചസ് അല്ലേ നമ്മൾ പറഞ്ഞത്? ഏതൊക്കെയായിരുന്നു ആർച്ച് ഓഫ് അയോട്ടയുടെ 3 ബ്രാഞ്ചസ്? ബ്രേക്യോസെഫാലിക്, ലെഫ്റ്റ് കോമൺ കരോട്ടിഡ്, ലെഫ്റ്റ് സബ്ക്ലേവിയൻ. അപ്പോൾ അത് നോട്ട് ചെയ്യുക. ലെഫ്റ്റ് കോമൺ കെറോട്ടിഡും ലെഫ്റ്റ് സബ്ക്ലേവിയനും ആണ് ഡയറക്റ്റ് ബ്രാഞ്ചസ് ആയിട്ട് വരുന്നത്. ഇനി ബ്രേക്യോസെഫാലിക്കിൻ്റെ ബ്രാഞ്ചസ് ഏതൊക്കെയാണ്? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സബ്ക്ലേവിയൻ. റൈറ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി, റൈറ്റ് സബ്ക്ലേവിയൻ. റൈറ്റ് കോമൺ കെറോട്ടിഡും റൈറ്റ് സബ്ക്ലേവിയനും. ഇനി കോമൺ കെറോട്ടിഡ് ഉണ്ടല്ലോ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോമൺ കെറോട്ടിഡ് പോയിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ലെഫ്റ്റിൽ നിന്നും 2 ബ്രാഞ്ച്, റൈറ്റിൽ നിന്നും 2 ബ്രാഞ്ച്. അതാണ് ഇന്റേണൽ കെറോട്ടിഡും എക്സ്റ്റേണൽ കെറോട്ടിഡും. ഓക്കെ, കോമൺ കെറോട്ടിഡ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും: ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കെറോട്ടിഡ്. അപ്പോൾ നമുക്കത് റൈറ്റ് സൈഡിലും ഉണ്ട്, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കെറോട്ടിഡ് ആർട്ടറീസ് വരുന്നുണ്ട്. ഇനി സബ്ക്ലേവിയൻ ആർട്ടറിയും ഇതുപോലെ റൈറ്റിലും ലെഫ്റ്റിലും. റൈറ്റ് ഏതിന്റെ ബ്രാഞ്ചാണ്? റൈറ്റ് സബ്ക്ലേവിയൻ ആർച്ച് ഓഫ് അയോട്ട. ആർച്ച് ഓഫ് അയോട്ടയുടെ ഡയറക്റ്റ് ബ്രാഞ്ച് ആണ് അല്ലേ? ആണോ? റൈറ്റ് സബ്ക്ലേവിയൻ ആണോ ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആണോ ആർച്ച് ഓഫ് അയോട്ടയുടെ ഡയറക്റ്റ് ബ്രാഞ്ച്? ലെഫ്റ്റ്. നമുക്ക് റൈറ്റ് സൈഡിലേക്ക്, അതായത് അയോട്ട ആലോചിക്കുക, ആർച്ച് ഓഫ് അയോട്ട ആലോചിക്കുക,
റൈറ്റിലേക്ക് ഒരാളെ ഉള്ളൂ, ബ്രേക്കിയോസെഫാലിക് ട്രങ്ക്. ഓക്കെ, ബാക്കി രണ്ടുപേര് ലെഫ്റ്റ് ആണ്, ലെഫ്റ്റ് കോമൺ കെരോട്ടിഡും ലെഫ്റ്റ് സബ്ക്ലേവിയനും. അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൈറ്റ് ബ്രാഞ്ചസ് ബ്രേക്കിയോസെഫാലിക്കിന്റെ സബ് ബ്രാഞ്ചസ് ആയിട്ടാണ് വരുന്നത്. റൈറ്റ് കോമൺ കെരോട്ടിഡും റൈറ്റ് സബ്ക്ലേവിയനും ഇസ് എ ബ്രാഞ്ച് ഓഫ് ആരുടെയാണ്? Brachiocephalic. ബ്രേക്കിയോസെഫാലിക് ആർട്ടറിയുടെ ബ്രാഞ്ചാണ്. ഇനി റൈറ്റ് ആയാലും ലെഫ്റ്റ് ആയാലും സബ്ക്ലേവിയൻ ആർട്ടറിയുടെ സബ് ബ്രാഞ്ചസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. വെർട്ടിബ്രൽ ആർട്ടറി, ഇന്റേണൽ തൊറാസിക് ആർട്ടറി, തൈറോസെർവിക്കൽ ട്രങ്ക്, കോസ്റ്റോസെർവിക്കൽ ട്രങ്ക്, ഡോർസൽ സ്കാപ്പുലർ ആർട്ടറി. ജസ്റ്റ് പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇൻ കേസ് വെർട്ടിബ്രൽ ആർട്ടറി ഈസ് എ ബ്രാഞ്ച് ഓഫ് എന്ന് ചോദിച്ചാൽ ആൻസർ ഏതായിരിക്കും? വെർട്ടിബ്രൽ ആർട്ടറി ഈസ് എ ബ്രാഞ്ച് ഓഫ് Subclavian. Subclavian. സബ്ക്ലേവിയൻ ആർട്ടറി ആണ്. വെർട്ടിബ്രൽ ആർട്ടറി ഈസ് എ ബ്രാഞ്ച് ഓഫ് സബ്ക്ലേവിയൻ ആർട്ടറി. ഇനി ഡിസെൻഡിങ് അയോട്ട വരുന്നുണ്ട്. ഡിസെൻഡിങ് അയോട്ട തൊറാക്സിന്റെ പോർഷനിൽ വരുന്നത് ഡിസെൻഡിങ് തൊറാസിക് അയോട്ട, ദെൻ താഴത്തേക്ക് വരുന്നത് അബ്ഡോമിനൽ അയോട്ട. ഓക്കെ, അവരുടെ ബ്രാഞ്ചസ് ആണ്. ഡിസെൻഡിങ് തൊറാസിക് അയോട്ട സബ് ബ്രാഞ്ചസ് ചെറിയ ചെറിയ ആ പോർഷനിലുള്ള ഓർഗൻസിലേക്കൊക്കെ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ബ്രോങ്കിയൽ ആർട്ടറീസ് ലങ്സിലേക്ക് പോകുന്ന, മീഡിയാസ്റ്റിനൽ ആർട്ടറീസ്, ഈസോഫാജൽ ആർട്ടറീസ്, പെരിക്കാർഡിയൽ ആർട്ടറി, സുപ്പീരിയർ ഫ്രെനിക് ആർട്ടറി ഒക്കെ ഡിസെൻഡിങ് തൊറാസിക് അയോട്ടയുടെ ബ്രാഞ്ചസ് ആയിട്ട് വരുന്നതാണ്. അബ്ഡോമിനൽ അയോട്ട വരുമ്പോൾ അവിടെയും കുറേ ഇതുപോലെ ഓർഗൻസിലേക്കുള്ള ബ്രാഞ്ചസ് ആണ് വരുന്നത്. ഗൊണാഡൽ, ലംബാർ, അതുപോലെ ഇത് സുപ്രാ റീനൽ, സുപ്പീരിയർ മിസെൻട്രിക്, റീനൽ, അങ്ങനെ കുറേ ബ്രാഞ്ചസ് വരുന്നുണ്ട്. ദെൻ അബ്ഡോമിനൽ അയോട്ട വന്ന് നിൽക്കുന്ന, അതായത് ടെർമിനൽ ബ്രാഞ്ചസ് ആണ് ഈ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഏരിയക്ക്. നമ്മൾ ഈ പറഞ്ഞ അയോട്ട ഇങ്ങനെ വന്ന് ഈ പോർഷൻ തൊറാസിക് അയോട്ട, താഴത്തേക്ക് അബ്ഡോമിനൽ അയോട്ട, ഇതിങ്ങനെ വന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് എൻഡ് ചെയ്യും. എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഏരിയക്ക് ആർട്ടറി ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഡിസെൻഡിങ് അയോട്ട അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ആർച്ച് ഓഫ് അയോട്ട ശ്രദ്ധിക്കുക. ആർച്ച് ഓഫ് അയോട്ട അതിൻ്റെ ബ്രാഞ്ചസ് സബ് ബ്രാഞ്ചസ് ശ്രദ്ധിക്കുക. സോ അപ്പോൾ ബ്രാഞ്ചസ് ഒക്കെ ക്ലിയർ ആണോ? അയോട്ടൻ്റെ പാർട്സ് ബ്രാഞ്ചസ് ഒക്കെ ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, ഇനി കണ്ടക്ഷൻ സിസ്റ്റം എങ്ങനെയാണ്? ഫിസിയോളജി എടുത്തതാണോ CVS? SA-നോട് AV-നോട് അതൊക്കെ ഇല്ലേ? അതെ, കണ്ടക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കണ്ടക്ഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? SA നോഡ്, AV നോഡ്, ബണ്ടിൽ ഓഫ് ടിഷ്യൂ ആൻഡ് പെർക്കിൻജി ഫൈബേഴ്സ്. SA നോഡ്, AV നോഡ്, ബണ്ടിൽ ഓഫ് ടിഷ്യൂ ആൻഡ് പെർക്കിൻജി ഫൈബേഴ്സ്. കണ്ടക്ഷൻ സിസ്റ്റം മീൻസ് എന്താ? ഇമ്പൾസസ് പാസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ബ്ലഡ് അതിലൂടെ പാസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ കോൺട്രാക്ഷന് വേണ്ട ഇമ്പൾസ് പാസ് ചെയ്യുന്നതാണ് ഈ കണ്ടക്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് പാസ് ചെയ്യുന്നതാണ് കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിലൂടെ. സോ അപ്പോൾ ഫസ്റ്റ് അത് SA നോഡിൽ കൂടെ ആയിരിക്കും പോകുന്നത്. സോ അപ്പോൾ കാർഡിയക് കോൺട്രാക്ഷൻ സ്റ്റാർട്ട്സ് അറ്റ് എവിടെയാണ്? കാർഡിയക് കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് SA നോഡിലാണ്. കാർഡിയക് കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. SA നോഡ് എവിടെയാണ്? സിറ്റുവേഷൻ എവിടെയാണ്? റൈറ്റ് ഏട്രിയത്തിന്റെ അതെ, റൈറ്റ് ഏട്രിയത്തിൽ നമ്മൾ പറഞ്ഞല്ലോ സുപ്പീരിയർ വീനേക്കാവ വന്ന് ഓപ്പൺ ചെയ്യുന്ന, സുപ്പീരിയർ വീനേക്കാവയല്ലേ റൈറ്റ് ഏട്രിയത്തിലേക്ക് വന്ന് ഓപ്പൺ ചെയ്യുന്നത്? ആണോ? സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ. അതെ, എന്നിട്ട് ഈ വീനേക്കാവ വന്ന് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ സൈഡിലായിട്ട്, അതായത് ഏകദേശം ഇവിടെ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ടാണ് SA നോഡ് വരുന്നത്. ഇനി പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? പേസ് മേക്കർ ഓഫ് ഹാർട്ട് SA-നോട്. SA നോഡ്. ഈ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് SA നോഡിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്.
ഇനി അവിടെ നിന്ന് അത് എന്ത് ചെയ്യും, എസ് എ നോഡിൽ സ്റ്റാർട്ട് ചെയ്താൽ ഈ ATL കംപ്ലീറ്റ് അത് സ്പ്രെഡ് ചെയ്യും. അതിനുശേഷം അത് AV നോഡിലേക്ക് പോകും. AV നോഡ് എവിടെയാണ്? AV നോഡിന്റെ സിറ്റുവേഷൻ, AV നോഡ് ഫുൾ ഫോം എന്താ? ഏട്രിയോ വെൻട്രിക്കുലർ നോഡ്. ഏട്രിയോ വെൻട്രിക്കുലർ നോഡ്. അതിന്റെ സിറ്റുവേഷൻ ലൊക്കേഷൻ എവിടെയാണ്? ഇന്റർഏട്രിയൽ സെപ്റ്റത്തിന്റെ പോസ്റ്റീരിയർ. ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റത്തിന്റെ അപ്പർ പാർട്ടിൽ, ഏകദേശം ഇവിടെയാണ് ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം. ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം മീൻസ് ഏട്രിയം വെൻട്രിക്കുലം തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ അപ്പർ പാർട്ടിലായിട്ടാണ് AV നോഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ SA നോഡ്, SA നോഡിൽ നിന്ന് AV നോഡ്, AV നോഡിൽ നിന്ന് നെക്സ്റ്റ് എങ്ങോട്ടത്തേക്കാണ്? ബണ്ടിൽ ഓഫ് ഹിസ്. ബണ്ടിൽ ഓഫീസ് എന്ന് പറയുന്നത്. ബണ്ടിൽ ഓഫീസിന്റെ ലൊക്കേഷൻ എവിടെയാണ്? എവിടെയാണ് ബണ്ടിൽ ഓഫീസ് വരുന്നത്? AV നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബ്രാഞ്ചസ് ആയിട്ട് ഏത് വഴിയാണ് ബണ്ടിൽ ഓഫീസ് പാസ് ചെയ്യുന്നത്? ഏത് വഴിയാണ്? ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിലൂടെ അല്ലേ? ഇതിലൂടെയാണ് ബണ്ടിൽ ഓഫീസ് പാസ്. ബണ്ടിൽ ഓഫീസ് എന്താണ്? ബണ്ടിൽ ഓഫീസ് അല്ല, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സ്പെഷ്യൽ നെർവ് ഫൈബേഴ്സ് ദ ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം AV നോഡ് ടു വെൻട്രിക്കുലർ വാൾസ്. എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? ബണ്ടിൽ ഓഫ് ഹിസ്. ബണ്ടിൽ ഓഫീസ് അല്ലേ? സോ അപ്പോൾ ബണ്ടിൽ ഓഫീസ് എന്താണ്? നെർവ് ഫൈബേഴ്സ് ആണ് അല്ലേ? ഈ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്പെഷ്യൽ നെർവ് ഫൈബേഴ്സ് ആണ് ബണ്ടിൽ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ AV നോഡിൽ നിന്ന് നെക്സ്റ്റ് ബണ്ടിൽ ഓഫീസിലേക്ക്. ബണ്ടിൽ ഓഫീസ് ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിൽ ബണ്ടിൽ ഓഫീസിലൂടെ വരും. അപ്പോൾ ഈ ബണ്ടിൽ ഓഫീസ് ഇങ്ങനെ സബ് ബ്രാഞ്ച് ചെയ്തൊക്കെ പോകും കേട്ടോ. സബ് ബ്രാഞ്ച് ചെയ്തിട്ട് നെക്സ്റ്റ് ഈ വെൻട്രിക്കുലർ വാൾസിലുള്ള പെർക്കിഞ്ചി ഫൈബേഴ്സിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അവിടുന്ന് വെൻട്രിക്കുലർ വാളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യും. പിന്നീട് വെൻട്രിക്കിൾസിന്റെ കോൺട്രാക്ഷൻ നടക്കും. ഓക്കെ, അപ്പോൾ കണ്ടക്ഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. SA നോഡ്, AV നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ് ആൻഡ് പെർക്കിഞ്ചി ഫൈബേഴ്സ്. സോ അപ്പോൾ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് SA നോഡ്. SA നോഡാണ് പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്. ഹാർട്ട് സൗണ്ട്സ്, ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ലബ്. അത് ഏതിന്റെ ക്ലോഷർ ആണ്? ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ്. ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ് അല്ലേ? ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണത്? ട്രൈക്കസ്പിഡ് ആൻഡ് ബൈക്കസ്പിഡ്. ട്രൈക്കസ്പിഡ് ആൻഡ് ബൈക്കസ്പിഡ് വാൽവിന്റെ ക്ലോഷർ ആണ് നമ്മൾ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ആയിട്ട് കേൾക്കുന്നത്, ലബ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ഡബ്. പ്രൊഡ്യൂസ്ഡ് ബൈ എന്തിന്റെ ക്ലോഷർ ആണ്? സെമി ലൂണർ. സെമി ലൂണാർ വാൽവ്സിന്റെ ക്ലോഷർ ആണ്. ഇനി നോർമലി പൾസ് ഏത് ആർട്ടറിയിലാണ് നോക്കുന്നത്? റേഡിയൽ ആർട്ടറിയിലാണ്. നോർമൽ പൾസ് റേറ്റ് എത്രയാ പറയാ? 72. 60 to 80. നോർമൽ BP എത്രയാണ്? 120 by 120/80. 120/80. ഇനി സിസ്റ്റോളിക് പ്രഷർ ഏതാ, ഡയസ്റ്റോളിക് പ്രഷർ ഏതാ? 120 systolic, 80 diastolic. 80 ഡയസ്റ്റോളിക്. ഓക്കെ, നോർമൽ കാർഡിയക് ഔട്ട്പുട്ട് എത്രയാണ്? 5 liters. 5 ലിറ്റേഴ്സ്. കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ?
amount of blood pumped by left ventricle during cardiac cycle. ഇൻ 1 മിനിറ്റ് 1 മിനിറ്റിൽ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡിൻ്റെ ക്വാണ്ടിറ്റിയാണ് കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നോർമലി ഈസ് 5 ലിറ്റർ ആണ് വരുന്നത്. അതിന് ഒരു ക്വസ്റ്റ്യൻ, ദ ഇൻസ്ട്രുമെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ദ ഇലക്ട്രിക്കൽ കറണ്ട് ജനറേറ്റഡ് ഇൻ ഹാർട്ട്. ECG. ഇലക്ട്രോകാർഡിയോഗ്രാഫ്. ഇൻസ്ട്രുമെന്റ് ചോദിച്ചാൽ ഇലക്ട്രോകാർഡിയോഗ്രാഫ്, GRAPH ഒക്കെ ഗ്രാഫാണ്. ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന് പറയുന്നത്. അതിന്റെ ഔട്ട്പുട്ടാണ് ഇലക്ട്രോകാർഡിയോഗ്രാം അല്ലെങ്കിൽ ECG എന്ന് പറയുന്നത്. എത്ര ടൈപ്പ് ഓഫ് സർക്കുലേഷൻ ഉണ്ട്? സർക്കുലേഷൻ ഏതൊക്കെ ടൈപ്പ് നിങ്ങൾക്ക് അറിയാം? രണ്ട്. സർക്കുലേഷൻ 2. ഏതൊക്കെ? പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷൻ. പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലേ? പൾമണറി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? എന്തിനു വേണ്ടിയിട്ടാണ് പൾമണറി സർക്കുലേഷൻ? പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ലങ്സിലേക്ക് പോകുന്നത് അല്ലേ? ഏതൊക്കെ ആർട്ടറീസ് വരും പൾമണറി സർക്കുലേഷനകത്ത്? ഏതൊക്കെ ബ്ലഡ് വെസൽസ് വരും? പൾമണറി ആർട്ടറി, പൾമണറി ആർട്ടറിയും പൾമണറി വെയിനും വരും. പൾമണറി ആർട്ടറിയും പൾമണറി വെയിൻ, അതായത് പൾമണറി ആർട്ടറിന്ന് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിൽ കൊടുക്കും, പ്യൂരിഫൈ ചെയ്ത് പൾമണറി വെയിൻ വഴി തിരിച്ച് എവിടേക്കാ വരിക? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക്. ലെഫ്റ്റ് ഏട്രിയത്തിലേക്കായിരിക്കും വരുന്നത്. സോ അപ്പോൾ ആ ഒരു സർക്കുലേഷനെയാണ് നമ്മൾ പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി സിസ്റ്റമിക് സർക്കുലേഷൻ എങ്ങനെയാണ്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡിന് അയോർട്ട് വഴി ഡിഫറെന്റ് ഓർഗൻസിലേക്ക് പോകും. ദെൻ അവിടെ നിന്ന് ഇമ്പ്യൂർ ആയിട്ടുള്ളതിന് വീനക്കാവ വഴി തിരിച്ച് എവിടെ കൊണ്ടുവരും? റൈറ്റ് ഏട്രിയത്തിലേക്ക്. റൈറ്റ് ഏട്രിയം. അതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി കൊറോണറി സർക്കുലേഷൻ എന്താ? കൊറോണറി സർക്കുലേഷൻ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് പമ്പിങ്. ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സപ്ലൈ. ഏത് ബ്ലഡ് വെസൽസ് ആണ് ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സപ്ലൈ? കൊറോണറി. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കൊറോണറി ആർട്ടറി. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കൊറോണറി ആർട്ടറി ഇസ് എ ബ്രാഞ്ച് ഓഫ് റൈസസ് ഫ്രം എവിടെ നിന്നാണ്? ഏതിന്റെ ബ്രാഞ്ച് ആണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്? അസെൻഡിങ് അയോട്ടയുടെ ബ്രാഞ്ചസ് ആണ് അല്ലേ? പിന്നെ അവിടെ നിന്നുള്ള വീനസ് ഡ്രെയിനേജ് എങ്ങനെയാണ് ഹാർട്ടിൽ നിന്നുള്ള? നമ്മൾ സർക്കുലേഷൻ പറയുമ്പോൾ അങ്ങോട്ട് കൊറോണറി സൈനസ് ആണ്. സർക്കുലേഷൻ പറയുമ്പോൾ രണ്ടും ശ്രദ്ധിക്കണം കേട്ടോ. ആർട്ടറി വഴി അങ്ങോട്ട് കൊടുക്കുന്നുണ്ടാവും, തിരിച്ച് ഡിയോക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ വെയിൻസ് വഴി തിരിച്ചെടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് രണ്ടും ശ്രദ്ധിച്ചോണം. ഇനി ഒരു സ്പെഷ്യൽ സർക്കുലേഷൻ ഉണ്ട്, പോർട്ടൽ സർക്കുലേഷൻ. കേട്ടിട്ടുണ്ടോ പോർട്ടൽ സർക്കുലേഷൻ? ലിവറിലേക്കാണ് അല്ലേ? ലിവറിലേക്കുള്ള ബ്ലഡ് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ആണ് ഈ പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പോർട്ടൽ വെയിൻ സ്റ്റൊമക്കിൽ നിന്നൊക്കെയുള്ള ബ്ലഡിനെ ലിവറിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാനുണ്ടോ പോർട്ടൽ സർക്കുലേഷൻ്റെ ഒക്കെ? അല്ലെങ്കിൽ ജസ്റ്റ് ഇത്രയും ഒന്നറിഞ്ഞിരിക്കുക, പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ലിവർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ ടെർമിനൽ ബ്രാഞ്ചസ് ഓഫ് അബ്ഡോമിനൽ അയോട്ട ഏതായിരുന്നു? ടെർമിനൽ ബ്രാഞ്ചസ് ഓഫ് അബ്ഡോമിനൽ അയോട്ട. അബ്ഡോമിനൽ അയോട്ട ഇങ്ങനെ വന്നിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് എൻഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഇലിയാക് ആർട്ടറീസ് അല്ലേ?
ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലിയർ ആണോ? ഒരു ക്വസ്റ്റ്യനും കൂടെ. കാർഡിയാക് സൈക്കിളിന്റെ 2 ഫേസസ് ഏതൊക്കെയാണ്? കാർഡിയാക് സൈക്കിളിന്റെ 2 ഫേസസ്. സിസ്റ്റോളും ഡയസ്റ്റോളും. സിസ്റ്റോളും ഡയസ്റ്റോളും. കാർഡിയാക് സൈക്കിൾ എന്താണ്? വാട്ട് ഈസ് കാർഡിയാക് സൈക്കിൾ? സീക്വൻസ് ഓഫ് ഇവന്റ്സ് ഫ്രം വൺ ബീറ്റ് ടു നെക്സ്റ്റ്. അതെ, ഒരു ബീറ്റിൽ 1 ബീറ്റ് ടു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ബീറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. സോ അതിന്റെ ടൈം ടേക്കൺ എത്രയാണ്? 0.8 സെക്കൻഡ്. 0.8 0.8 സെക്കൻഡ് ആണ് അതിന്റെ ടൈം ടേക്കൺ എന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ ഹാർട്ട് റേറ്റ് എത്രയാണ്? 72 ബീറ്റ് പെർ മിനിറ്റ് ആണ് നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? മാഡം, ടെക്സ്റ്റിൽ കിടന്നൊരു ക്വസ്റ്റ്യൻ ആണ് എൻഡ് ഡയസ്റ്റോൾ വോളിയം എന്ന് പറയുന്നത് 130 ml ആണെന്നുള്ളത്. ഈ എൻഡ് ഡയസ്റ്റോൾ വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എൻഡ് ഡയസ്റ്റോളിക് വോളിയം എന്നുള്ളത് നമ്മൾ കാർഡിയക് സൈക്കിളിന്റെ സീക്വൻസിൽ വരുന്നതാണ് കേട്ടോ. എൻഡ് ഡയസ്റ്റോളിക് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ടോ അത്? എൻഡ് അതായത് കാർഡിയക് സൈക്കിൾ അതിന്റെ ഫേസസ് നമ്മൾ സിസ്റ്റോള് ഡയസ്റ്റോള് പറഞ്ഞില്ലേ? ഈ സിസ്റ്റോള് ഡയസ്റ്റോളിനെ തന്നെ വീണ്ടും കുറേ ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നതാണ് ഈ എൻഡ് ഡയസ്റ്റോളിക് വോളിയം. സിംപ്ലി നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കുക, ആ ഡയസ്റ്റോളിന്റെ എൻഡിൽ വെൻട്രിക്കിളിൽ എത്ര ബ്ലഡ് ഉണ്ടാവും എന്നുള്ളതാണ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം എന്ന് പറയുന്നത്. അത് സിംപ്ലി അങ്ങനെ മനസ്സിലാക്കിയിരിക്കുക. അതെല്ലാം ഡീറ്റെയിൽസ് വേണം എന്നുണ്ടെങ്കിൽ അത് പ്രിപ്പയർഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ അത് പറയാൻ അത്ര അതല്ല, ഓക്കെ മാം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനത്. മാം, ലാർജസ്റ്റ് വെയിൻ വീനക്കാവയല്ലേ മാം? അതെ അതെ. മാം, അതിപ്പോ ഇത് സുപ്പീരിയറും ഇൻഫീരിയറും ഇല്ലേ? വീനക്കാവ എന്നുള്ളത് ജനറലി ഓക്കെ superior ഓക്കെ ആയിട്ട്. ഓക്കെ മാം. ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. സുപ്പീരിയർ അല്ല ഇൻഫീരിയർ അല്ല ജനറലി വീനക്കാവ, അങ്ങനെ ആയിരിക്കും. ഓക്കെ മാം.